ശബ്ദ സന്ദേശം നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട്? വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ കാഫിർ എന്നൊരു വാക്കു പറഞ്ഞാൽ ഇന്ന് മലയാളിയുടെ പൊതുബോധം അതിനെ ഇടതുപക്ഷത്തിനൊപ്പം ചേർത്തു കേട്ടു. അത്രമേൽ വലതുപക്ഷത്തിന്റെ പ്രൊപ്പഗാൻഡ മെക്കാനിസം നമ്മുടെ അഭിപ്രായങ്ങളിലെ സ്വാധീന ശക്തിയായിട്ടുണ്ട്. ഇപ്പോഴും ഉറവിടം വ്യക്തമാക്കപ്പെടാത്ത ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ട ഇടതു അനുകൂല പ്രൊഫൈലുകളെ ചൂണ്ടി അത് ഇടതുപക്ഷത്തിന്റെ തലയിലിട്ടവർ, വാർത്തകൾ ആഘോഷിച്ചവർ, ഇപ്പോഴും ഇനി എപ്പോഴും ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിക്കാൻ അതിനെ സൂക്ഷിച്ചു വച്ചവർ, അവരിൽ എത്ര പേർ, എത്ര മാധ്യമങ്ങൾ ഈ ശബ്ദ സന്ദേശം കേട്ടിട്ടുണ്ട്? ഉറവിടത്തെ കുറിച്ചുള്ള കൃത്യമായ ഐഡന്റിറ്റിയോടെ അപകടകരമായ ഈ ശബ്ദ സന്ദേശം വാട്സപ്പിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ട് 5 ദിവസങ്ങളിലേറെയായി. കാസർഗോഡ് ജില്ലയിലെ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഈ ശബ്ദ സന്ദേശത്തെ കുറിച്ച് എത്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നു? ലീഗിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഇതിൽ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഇപ്പോൾ പൊതു സ്വീകാര്യതയുള്ള ലീഗിനെ വെച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടന കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിന്റെ മസ്തകം തുളയ്ക്കാൻ അണിയറയിലൊരുക്കുന്ന വിഷബോംബുകളുടെ ടെസ്റ്റ് ഡോസ്. കോൺഗ്രസിനോടും UDF-നോടുമുള്ള അമിത താല്പര്യം കൊണ്ട് മാധ്യമങ്ങൾ പാലിക്കുന്ന ഈ നിശബ്ദത ആ തീവ്രവാദ ആശയങ്ങൾക്ക് കേരളത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. ഓർക്കുക, DD സതീശൻ പറയും പോലെ മുന്നണി വിപുലീകരിക്കാൻ UDF കൂടെ കൂട്ടിയ പ്രാദേശിക സഖ്യകക്ഷിയല്ല ജമാഅത്തെ ഇസ്ലാമി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ സ്വാധീന ശക്തിയായ തീവ്രവാദ രാഷ്ട്രീയം വിവിധ തലങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയാണത്.